ആലോചിക്കണം. പരലോകത്തെ റബ്ബ് എന്നോട് പ്രാർത്ഥിച്ചവരൊക്കെ ഒന്ന് മാറിക്കും, എല്ലാവരും മാറി നോക്കുമ്പോ അമ്പിയാക്കളൊക്കെ ഒരു ഭാഗത്ത്, മുജാഹിദുകൾ ഒരു ഭാഗത്ത്, അമ്പിയാക്കളുടെ കൂടെ സമസ്തക്കാർ ഒരു ഭാഗത്ത്. അവിടെ നോക്കുമ്പോൾ ഒറ്റ നബിയില്ലല്ലോ കൂട്ടത്തില്. ഇതെന്തൊരു പുതുമ റബ്ബേ! കാരണം അള്ളാന്റെ പ്രഖ്യാപനം എന്താ? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചോല് മാറിക്കുകയും അതിലിത് 1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലീങ്ങൾ നമ്മുടെ അവിടെ നിൽക്കണം. ഇതാണ് വിഷയം. 1.25 ലക്ഷത്തോളം അമ്പിയ. ഞാൻ പറഞ്ഞല്ലോ, ഇബ്രാഹിം നബി ഈ ലോകത്ത് ജീവിച്ചു, ഖലീലുള്ളയാണ്. ആ ഇബ്രാഹിം നബിയോട് മകൻ ഇസ്മായിൽ നബി പ്രാർത്ഥിച്ചോ? അതുപോലെ വേറെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചോ? ശേഷം വന്ന പ്രവാചകന്മാർ പ്രാർത്ഥിച്ചോ? ഇനിയോ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരുടെ അവസ്ഥ എന്താ അത് നമ്മൾ പരിശോധിക്കണമല്ലോ. ഇന്നിപ്പോ ഞാൻ പ്രസംഗിച്ച അള്ളാഹിനോട് മാത്രമേ ദ്വേരക്കാവൂന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഒരു മറുപടി ഉണ്ടെങ്കിലോ, ഉസ്താദ് ഏതോനോടും പ്രാർത്ഥിച്ചു, അള്ളാഹിനോട് മാത്രമായിട്ട് പ്രാർത്ഥിക്കല്ലേ എന്ന് പറയാനാണ് അയാൾ വരുന്നത്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതൊരു ചോദ്യമാണ്, ഇതെല്ലാവരും കുറിച്ചു വെക്കേണ്ടതാണ്, മുജാഹിദുകളെ നമ്മൾ ആവർത്തിച്ചു ചോദിക്കേണ്ടതാണ്. ലോക ചരിത്രത്തിൽ പ്രവാചകന്മാരൊക്കെ പ്രാസംഗികന്മാരായി, സംശയമില്ലല്ലോ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എഴുതാനുള്ള വൈഭവം എനിക്ക് തരണേന്നല്ലല്ലോ, വാചാലമായി സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് തരണേ. പ്രവാചകന്മാരിൽ ആരും എന്തില്ല, ആ നിലക്ക് എഴുത്തിലൂടെ ദേവത്തെടുത്തിയ ആളുകളില്ല. സുലൈമാൻ നബി കത്തയച്ചെന്ന് ഖുർആൻ പറയുന്നുണ്ട് അല്ലേ, സുലൈമാൻ നബി അലൈഹിസ്സലാം. എന്നാൽ അതായിരുന്നില്ല പ്രബലമായ അവരുടെ പ്രബോധന പാത, പ്രസംഗിച്ചവരായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, സമസ്തയാണ് സത്യമെങ്കിൽ, മുജാഹിദ് പ്രസ്ഥാനമാണ് സത്യമെങ്കിൽ, ഒരൊറ്റ ചോദ്യം, ഈ ചോദ്യത്തോടു കൂടി ഈ വിഷയം വളരെ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. മുജാഹിദ് പ്രസ്ഥാനം അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നാണല്ലോ പ്രസംഗിക്കുന്നത്. അതിൽ തെറ്റുണ്ട്, അത് ശരിയല്ല. മഹാന്മാരായ അമ്പിയാക്കളോട് ദ്വേരക്കാം, ഔലിയാക്കളോട് ദ്വേരക്കാം എന്നൊക്കെയാണല്ലോ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു നബി ഒരു നാട്ടിൽ വന്നിട്ട് അള്ളാഹിനോട് മാത്രമേ പ്രസംഗിക്കാവൂ എന്ന് പ്രസംഗിച്ചിട്ട് ഒരു ഒറിജിനൽ നബി വന്ന് അള്ളാഹിനോടും അമ്പിയാക്കളോടും പ്രാർത്ഥിക്കാൻ തന്നെ വയൽ നടത്തിയല്ലോ? ഇത് വല്ലാത്തൊരു ചോദ്യമാണ്, എല്ലാവരും നോട്ട് ചെയ്തേക്കേണ്ടാണ്. അങ്ങനെ സമസ്തയാണ് സത്യമെങ്കിൽ ആ ഒരു ചരിത്രം ഖുർആനിൽ ഉണ്ടാവൂലേ? ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കാം, രസകരമായ പോയിന്റാണ് പറയുന്നത്. അതായത് സമസ്തക്കാരന്റെ പ്രസംഗത്തിന് തെളിവില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു നബി, അതായത് ഒരു നാട്ടില് മുജാഹിദ് പഴച്ചവരാണെങ്കിൽ അമ്പിയാക്കളുടെ പാർട്ടിയല്ല എന്നാണല്ലോ, നബിമാരുടെ പാർട്ടിയല്ല എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു നാട്ടില് അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് ഒരു കൂട്ടർ പ്രസംഗിച്ചിട്ട്, അല്ല അമ്പിയാക്കളോടും പ്രാർത്ഥിക്കാം, ഔലിയാക്കളോടും പ്രാർത്ഥിക്കാം, അവരുടെ മുഅ്ജിസത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും എന്നതാണ് ദീനെങ്കിൽ അങ്ങനെ പ്രസംഗിച്ച ഒരു നബി, ഈ പോയിന്റ് ഇങ്ങനെ നോട്ട് ചെയ്തേക്കണം. ഇതിന് മറുപടി പറയാൻ കെൽപ്പുള്ള കാന്തപുരത്തിന് ക്ഷണിച്ചോളി, നമ്മളിവിടെ വെയിറ്റ് ചെയ്യും. ഒരു നബി, ഒരൊറ്റ നബി. എങ്ങനെ സമസ്ത മുസ്ലിയാക്കന്മാര് പ്രസംഗിക്കുന്ന പോയിന്റ് പ്രസംഗിക്കുന്ന ഒരു നബീന്റെ പേര് പറയുന്നത്? എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, നൂഹ്, സൂറത്ത് നൂഹ് പച്ചയായി പരിശോധിക്കും നിങ്ങള്. 28 ആയത്തുണ്ടെങ്കിൽ 71 ആ അധ്യായത്തിൽ നൂഹ് നബി അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ എടുത്തി, അള്ളാഹിനോട് പ്രാർത്ഥിക്കി. അധ്യായം അവസാനിക്കുന്ന എങ്ങനെ അറിയോ? 28ാമത്തെ വചനം, റബ്ബി ഔഫിർ ലീ വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് തുടങ്ങിക്കൊണ്ടാ ആ അധ്യായം അവസാനിക്കുന്നത്. പടച്ചോനെ നീ എനിക്ക് പൊറുത്തു തരണേ, എന്റെ മാതാപിതാക്കൾക്കും പൊറുത്തു തരണേ, സത്യവിശ്വാസികളും വിശ്വാസിനികളുമായി ഈ ഭവനത്തിൽ കയറിയവർക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചവരാണ് ആര്? നൂഹ് അലൈഹിസ്സലാം അല്ലേ? ആലോചിച്ചു നോക്ക്. ഞാൻ ചോദിക്കുന്നു, സൂറത്ത് നൂഹ് വായിക്കുന്ന ഒരാൾക്ക് സമസ്തയാകണമെന്നാണോ തോന്നുക, മുജാഹിദാകണമെന്നാണോ തോന്നുക? സൂറത്ത് അഹ്റാബ് വായിക്കുന്ന ഒരാൾക്ക് സമസ്തയാകണമെന്നാണോ തോന്നുക, മുജാഹിദാകണമെന്നാണോ തോന്നുക? ഇതാണ് വിഷയം. വിശുദ്ധ ഖുർആൻ ഏറ്റുതെട്ട് വായിക്കുന്ന ഒരാൾക്ക് ഞാൻ ഉറച്ചു പറയുന്നു, നിങ്ങൾ വിശുദ്ധ ഖുർആൻ വായിക്കാൻ തയ്യാറുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കളെ, നിങ്ങൾ ഖുർആൻ വായിക്കാൻ തയ്യാറുണ്ടോ? അതിൽ നിങ്ങൾക്ക് സമസ്ത കാണുക സാധ്യമല്ല. നിങ്ങൾ വിചാരിക്കും ഖുർആനിൽ ഓരോ നബിയും ഇവരൊക്കെ KNM-ന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് തോന്നിപ്പോവും. അതൊരു ആശ്ചര്യമാണ്. ഇബ്രാഹിം നബിയുടെ 4 പ്രാർത്ഥന അള്ളാഹ് എടുത്തുദ്ധരിച്ചു. ഇബ്രാഹിം നബിയുടെ 4 പ്രാർത്ഥന അള്ളാഹ് എടുത്തുദ്ധരിച്ചു. എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു പരാമർശമുണ്ട്. അത് വല്ലാത്തൊരു പരാമർശമാണ്, വല്ലാത്തൊരു കാര്യമാണ്.
ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. എന്താ വിഷയം? സൂറത്ത് ബഖറ 2-ാം അധ്യായം 126, 127, 128, 129 ഈ 4 പ്രാർത്ഥന ഇബ്രാഹിം നബി നടത്തുന്ന പ്രാർത്ഥനയാണ്. ഇത് ഖുർആനാണ്, അൽമനാറല്ല, വിചിന്തനമല്ല, സ്നേഹസംവാദമല്ല, അല്ലെങ്കിൽ സെൽസബീലല്ല. സൂറത്ത് ബഖറ 2-ാം അധ്യായം 126 to 129 വരെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയതിനാ റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا 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 تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. പ്രാർത്ഥിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി റബ്ബനാ വബഅസ ഫീഹിം റസൂല ഈ 4 പ്രാർത്ഥനകൾ എടുത്തുദ്ധരിച്ചതിന് ശേഷം അല്ലാഹ് പറയാൻ എന്തെന്നറിയോ? വമയ്യറഅബു അൻ മില്ലത്തി ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ മില്ലത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവൻ ഭോഷ്കനാണ്, പടുവിട്ടിയാണ്, ജാഹിലാണ്. ഇബ്രാഹിം നബിന്റെ അതായത് ഈ അധ്യായത്തിലെ 130-ാമത്തെ ആയത്ത് 4 പ്രാർത്ഥന ഇബ്രാഹിം നബിന്റെ അടുത്ത് ഉദ്ധരിച്ചിട്ട് അല്ലാഹ് 5-ാമത്തെ തൊട്ടതായ പറയാണ് ഇതാണ് ഇബ്രാഹിം നബിയുടെ പാത. ഏത്? റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന പാത. ഈ പാതയല്ലാത്തൊരു പാത സ്വീകരിച്ചാൽ അവൻ പടുവിട്ടിയാണ്, ഭോഷ്കനാണ്, ജാഹിലാണ്, വിഡ്ഢിയാകുന്നു എന്ന് അല്ലാഹ് പഠിപ്പിക്കുന്നു. നമ്മൾ ഏത് സ്വീകരിക്കണം? ഖുർആൻ നേർക്ക് നേരെ വളച്ചുകെട്ടില്ലാതെ വക്രതയില്ലാതെ കേട്ടോളി. ഈ സൗഭാഗ്യങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കന്മാരുണ്ടാത്ത സൗഭാഗ്യമാണ്. അതുകൊണ്ടാണ് അവർക്ക് എന്നോട് ഏറ്റവും വലിയ ദേഷ്യവും. അതുകൂടി നിങ്ങൾ മനസ്സിലായിക്കൊള്ളി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്നോട് അവർക്കുള്ള വിരോധം ജനങ്ങൾ ഒരു നാട്ടിലൊരു പ്രസംഗം നടത്തി അവിടെ വമ്പിച്ചൊരു കൂടലൊക്കെ ഉണ്ടാവും. അത് എന്റെ പവറല്ല. അധ്യായ നമ്പറും ആയത്ത് നമ്പറും പറഞ്ഞ ആയത്തുകൾ ഇങ്ങനെ വിട്ട് തേങ്ങെടുന്നതായിട്ട് ഉദ്ധരിക്കുമ്പോ ജനങ്ങൾക്ക് മനസ്സിലാവും. അത് തന്നെ, വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? തെക്ബീർ അല്ലി AC കാറിൽ വെഞ്ചാമരം വീശി കൊണ്ടുവരലല്ലോ മുജാഹിദുകളെ. അതിനൊന്നും ഒരവസ്ഥ നമുക്കില്ലല്ലോ. മറിച്ച് മുജാഹിദുകളുടെ കയ്യിൽ ആയുധം ലോകത്തെ കീമേൽ മറിച്ച വിശുദ്ധ ഖുർആൻ അറബ് ജനതയെ 0 ഡിഗ്രിയിൽ നിന്നൊരു ജനതയെ സംസ്കാര സമ്പന്നതയുടെ ഉന്നത സോപാനത്തിൽ കൊണ്ടുവന്ന ആകാശഭൂമികളുടെ തമ്പുരാന്റെ ഗ്രന്ഥമാണ് ഞങ്ങളുടെ കൈകളിലുള്ളത്. അതിന്റെ മുമ്പിൽ വെക്കാൻ പോകുന്നതൊന്നും നിങ്ങളുടെ കയ്യിലില്ല. അത് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്കത് ഉണ്ടാവണം. നിങ്ങളെ പണ്ഡിതന്മാര് ഇന്ന് കോഴിക്കോട് ജില്ലയില് കോരങ്ങാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അബ്ദുൾ റഷീദ് കുറ്റിയാടി എനിക്ക് മറുപടി പറയാണ്. വലിയ സ്ക്രീനൊക്കെ കെട്ടി കുറെ ക്ലിപ്പിങ്ങോട് ഒരു 35 എണ്ണു ഇതിൽ ഇളിച്ച് ചോറും തിന്ന് ഒറ്റപ്പോക്കാട്ടു. വേറെന്താ ഉള്ളത്? ഒരായത്തോന്റെ ജീവിതത്തിലോ അവന്റെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഒരുപാട് മറുപടി പറഞ്ഞു. ഈ ചങ്ങായി ഒരായത്ത് പൂർണ്ണമായിട്ടൊന്ന് ഓതി കേൾക്കാൻ തഹജ്ജുദിൽ പ്രാർത്ഥിച്ചു നോക്കിയാൽ പഠിച്ചത്. ഈ ചങ്ങായിമാരൊക്കെ വിശുദ്ധ ഖുർആനൊന്ന് ഉദ്ധരിച്ച് പ്രസംഗിക്കുന്ന ഒരു നല്ല കാലം. ആയത്ത് ഉദ്ധരിച്ച് ഇതുപോലെ തെളിയിക്കുക. ഇബ്രാഹിം നബി ആദം നബീനോട് ദയായിരുന്നു. കേട്ടോളി 25-ാം അധ്യായം 12-ാമത്തെ. ഇങ്ങനെ നിങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു കാലം അതുണ്ടാവും. നിങ്ങൾ മുജാഹിദാകുമ്പോ തെളിവ് ധരിച്ച് പ്രസംഗിക്കണം. മുജാഹിദാകും. അതല്ലാത്തൊന്ന് നിങ്ങളുടെ കൈകളിലില്ല. ഏത് കാര്യത്തിലും ഏത് വിഷയത്തിലും. അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അപ്പൊ നമ്മള് സമസ്ത ഇപ്പം വന്ന ഈ ഒരു നൂറ്റാണ്ടുണ്ടല്ലോ, ചെറിയൊരു കാലം, അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളൊരു പുസ്തകം എഴുതി. ഇതൊക്കെ പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളൊരു പുസ്തകം എഴുതുകയാണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ മുസ്ലിം സംഘടനകളെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു പുസ്തകം ഇറക്കിയെന്ന് വിചാരിക്കുക. അതില് സമസ്തയെ കുറിച്ച് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഏറ്റവും വിശേഷം എന്തായിരിക്കും? സമസ്തക്കാരുടെ ഔലിയാക്കളെ കുറിച്ചും ഓലെ ദർഗനെ കുറിച്ചും ഓലെ ദർഗയിലെ കറാമത്തിനെ കുറിച്ചും അവിടെ പോയാൽ കിട്ടുന്ന നേട്ടത്തെ കുറിച്ചും ആണല്ലോ ഇവരുടെ സിയാറത്ത് ടൂറും ക്യാമ്പ് പാക്കേജും എല്ലാം ഉള്ളത്. ഞങ്ങൾ ആലോചിച്ച് നോക്കി. ഖുർആൻ, അതാണ് എനിക്ക് അത്ഭുതം. ആദം നബി മുതൽ മുഹമ്മദ് നബി വരെ ഉള്ളവരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് ഒരു ദർഗന്റെ പോരിശ ആ ഖുർആനിൽ ഒരിടത്ത് നമ്മൾ കണ്ടില്ല. ഇതൊക്കെ നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട പ്രശ്നങ്ങളാണ് ഈ പറയുന്നത്. ചങ്ങാലിമാരെ ആലോചിച്ച് നോക്ക്. ഇപ്പൊ സമസ്ത ഒരു പുസ്തകം എഴുതിയാല് സമസ്തയെ ഏറ്റവും പ്രധാനമായി എഴുതിയതായിരിക്കും ദർഗ സമസ്ത അല്ലെ? സമസ്ത ദർഗ സയാമി ചിരട്ടകളെ പോലെയാണ്. ദർഗല്ലേ സമസ്തല്ല, സമസ്തല്ലേ ദർഗല്ല. അങ്ങനെ അതിൽ ദർഗനെ വേർപെടുത്തിയ പിന്നെന്ത് സമസ്ത? പിന്നെ സമസ്തല്ലോ. ഇതാണ് അവർ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വായിച്ച ഒരു ഇനി നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞ, ഒരു സമസ്തക്കാരൻ വിശുദ്ധ ഖുർആൻ വായിച്ച ചിലപ്പോൾ എറിഞ്ഞാളൊക്കെ ചെയ്യും. ഇതാരത്? വഹാബിയുടെ കിതാബ്. അത്
വിശുദ്ധ ഖുർആൻ വായിച്ച സമസ്തക്കാരന്റെ ഒന്നും കാണില്ല. ഒരു നബീന്റെ ദർഗ കെട്ടി ഉയർത്തിയതിനെ പറ്റി ഒരു പരാമർശമല്ല, ആ ദർഗയിലേക്ക് ആളെ വിളിച്ച ഒരു ചരിത്രമല്ല, ഒരു നബിയും ടീമും സിയാറത്ത് ടൂർ സംഘടിപ്പിച്ച ഒരു ചരിത്രമല്ല. എന്താ അങ്ങനെ? വഹാബികളോട് മാത്രം എന്താ അള്ളാഹ്ക്ക് ഇത്ര മുഞ്ചി, ഇത്ര ഇഷ്ടം? അള്ളാഹിന്റെ ഖുർആനിലുള്ളതല്ലാത്തൊന്നും മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. അതാണ് മുജാഹിദ് പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം നായക്കാൽപത് കേട്ടോ, ഞങ്ങളാകലും സുന്നത്തി വൽ ജമാഅത്ത്, ഞങ്ങളാകലും നിങ്ങൾ അംഗീകരിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അള്ളാഹ് അംഗീകരിച്ചാൽ മതി. ആരോ ഒറിജിനൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നത് പരലോകത്താണല്ലോ തീരുമാനിക്കപ്പെടുക. അവിടെയാണല്ലോ നെല്ലും പതിരും വേർതിരിക്കപ്പെടുന്നത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഖുർആനിലെ അവസാനത്തെ വചനമാണ്. ഈ വചനാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. സത്യത്തിൽ ഇവിടെ പ്രസംഗിച്ച് ഉസ്താദിന്റെ പ്രസംഗം ഞാൻ കരയാ ചെയ്തത്. എന്തിന്? അയാളെ കുറിച്ച് ഓർത്തിട്ട്, അയാളുടെ ഒരു ദയനീയത ഓർത്ത്, അയാളുടെയൊക്കെ ഒരു അവസ്ഥ ഓർത്ത്. കാരണം എന്താ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു ഖുർആൻ ആയത്ത് എടുത്ത് നോക്കണ്ട, അത് ഏത് അധ്യായത്തിലാന്ന് നോക്കണ്ട, ഹദീസ് നോക്കണ്ട, 30 ക്ലിപ്പ്. മോനെ റെഡിയല്ലേ? വേഗം എത്തിക്കണം കേട്ടോ, അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോകാനുണ്ടാ. ഓനെ ക്ലിപ്പിംഗ് കൊണ്ട് കൊടുത്ത് അവൻ ഗീച്ചയിലിട്ട് അവൻ ഇവിടെ വന്ന് അതാട് കൊടുത്ത് മറ്റോൻ ഇങ്ങനെ ഇട്ട്, മോനെ 19 ഇട്, മോനെ 20 ഇട്, മോനെ 21 ഇട്. സത്യസന്ധമായി ദൈവത്തിലെത്തി അപ്പുറപ്പുറം കട്ട് ചെയ്യാതെ മുജാഹിദുകൾ ചെയ്യുന്ന പോലെ 1 മിനിറ്റ് അപ്പുറം 1 മിനിറ്റ് പുറവിടെ. അപ്പൊ അറിയാ എന്താണ് ഇതിന്റെ നിജസ്ഥിതിയും. നിങ്ങൾ പറയുന്നതിന് നേരെ എതിര്, നേരെ വിപരീതം. അതാണ് വിഷയം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമസ്തക്കാരനെ ആക്കാൻ വേണ്ടി ഇവിടെ ഉസ്താദ് ഒരുപാട് ശ്രമിച്ചു. ദയവ് ചെയ്ത് അള്ളാന്റെ റസൂലിനെ നിങ്ങളെപ്പോലുള്ള മനുഷ്യനാക്കി നിങ്ങൾ മാറ്റരുത്. അള്ളാന്റെ റസൂലിനെ നിങ്ങളെപ്പോലെ അൽഫാത്തി ഓതി അന്യന്റെ 500 വാങ്ങി പോക്കറ്റിലിട്ട് ബിരിയാണി തന്നു പോകുന്ന ആളായിരുന്നു റസൂലുള്ളാഹ് എന്ന് നിങ്ങൾ എന്റെ വാക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നി എന്നതുകൊണ്ട് ഞാൻ അപ്പുറത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണം